ഡിയർ ഫ്രണ്ട്സ്, ഈ അധ്യയന വർഷം പുതിയ പുസ്തകങ്ങളാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. വളരെ രസകരമായ കഥകളും കവിതകളും ഒക്കെ അടങ്ങിയ രസകരമായ ഒരു പുസ്തകം. പുതിയ പുസ്തകം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴുമെല്ലാം ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ആലോചിച്ചത്. ഓരോ പാഠഭാഗത്തിൻ്റെയും വിശദീകരണമാണ് ഓരോ വീഡിയോയിലും. നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യ പാഠഭാഗമായ ട്രയൽസ് ആൻഡ് ട്രയംസിൽ 3 പാഠങ്ങളാണുള്ളത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഇൻ ദ ആറ്റിക്, ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്നിവയാണത്. പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ ഫ്രഞ്ച് തത്വചിന്തകനും നോവലിസ്റ്റുമായ ആൽബർട്ട് ക്യാമ്യുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വരിയോടുകൂടിയാണ്. ദർ ഇസ് നോ സൺ വിതൗട്ട് ഷാഡോ ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. സോ ദർ ഇസ് നോ സൺ വിതൗട്ട് എ ഷാഡോ. ഈ വരിയിൽ സൺ എന്നത് കാണിക്കുന്നത് ലൈറ്റ്, ട്രൂത്ത്, ഹാപ്പിനെസ് എന്നിവയാണ്. അതേസമയം ഷാഡോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഡാർക്ക്നെസ്, സഫറിങ്, ഡൗട്ട് എന്നിവയാണ്. ദർ ഇസ് നോ സൺ വിത്തൗട്ട് ഷാഡോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദർ ഇസ് നോ ജോയ് വിത്തൗട്ട് സഫറിങ് എന്നാണ്. അതായത് സഫറിങ്, ബുദ്ധിമുട്ട്, ജീവിതത്തിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. മോശമായ ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ മാത്രമേ നമ്മൾ അനുഭവിച്ച നല്ല അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. വൺ കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഓർ അപ്രീഷിയേറ്റ് ഹാപ്പിനെസ് വിതൗട്ട് എക്സ്പീരിയൻസിങ് സ്ട്രഗിൾ. ബുദ്ധിമുട്ടും വിഷമവും എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷം എന്താണെന്ന് പൂർണ്ണമായും അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ വരികളിൽ പറഞ്ഞിരിക്കുന്ന നൈറ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ് സഫറിങ്, ബുദ്ധിമുട്ട്, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടിനെയാണ് നൈറ്റായി കാണിച്ചിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് എന്ന സാഹിത്യകാരനാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ Latin American writers and a pioneer of magical realism. അപ്പോൾ ഒരു സംശയം തോന്നും, എന്താണ് മാജിക്കൽ റിയാലിസം? ഇറ്റ്സ് എ ബ്ലെൻഡിങ് ദ എക്സ്ട്രാ ഓർഡിനറി വിത്ത് ദ ഓർഡിനറി ഇൻ സ്റ്റോറി ടെല്ലിംഗ്. കഥ പറയുന്ന രീതിയിൽ, കഥ പറയുന്ന ആ ഒരു പ്രക്രിയയിൽ റിയാലിസത്തിനോടൊപ്പം, അതായത് റിയാലിറ്റിയോടൊപ്പം തന്നെ മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എഴുതുന്ന കഥകളെയാണ് മാജിക്കൽ റിയാലിസം എന്ന് പറയുന്നത്. ഹി വൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1982 for his rich and imaginative narratives. His works explore themes of love, solitude, politics, and human nature. A very old man with enormous wings. ആദ്യമേ തന്നെ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതായി 3 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തേത് പെലേയോ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസൻഡ, മൂന്നാമതായി വൃദ്ധനായ ഒരു മനുഷ്യൻ, ചിറകുകളുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ. ഇതോടൊപ്പം ധാരാളം അപ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും നമ്മുടെ ഈ കഥയിൽ വന്നു ചേരുന്നുണ്ട്. യഥാർത്ഥ കഥയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടങ്ങിയ ഒരു ചെറിയ രൂപം മാത്രമാണ് നമുക്ക് ഈ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം ചെറിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ കഥ നടക്കുന്നത് കൊളംബിയയിലെ ഒരു കടലോര ഗ്രാമത്തിലാണ്. അവിടെ റെയിനി സീസൺ സമയത്ത് ക്രാബ് മൈഗ്രേഷൻ ഉണ്ടാകാറുണ്ട്. അതായത് ഞണ്ടുകൾ കൂട്ടം കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്ന ഒരവസ്ഥ. വീടുകളിലും സ്കൂളുകളിലും മനുഷ്യർ താമസിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതൊരു ശല്യമായി തീരുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസത്തിലാണ് നമ്മുടെ ഈ കഥയും ആരംഭിക്കുന്നത്. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon. When Peleo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. The light was weak even at the
noon. So from the first line itself, we are getting an idea that it's a noon time. അതൊരു ഉച്ച സമയമാണ്. ഈവൻ ദോ ഇറ്റ്സ് എ noon time, the light was weak. ഒട്ടും വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതൊരു റെയിനി സീസണാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മേ ബി ബിക്കോസ് ഓഫ് ക്ലൗഡ്സ്, ധാരാളം മഴമേഘങ്ങൾ കാരണമായിരിക്കാം ഒരുപക്ഷെ ആ വെളിച്ചമില്ലായ്മ. When Peleo was coming back to house, it was hard for him to see what was moving and groaning in the rear of the courtyard. അദ്ദേഹം തിരിച്ചു വരികയാണ്. പെലേയോ, നമ്മുടെ മെയിൻ ക്യാരക്ടർ, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് അതിൻ്റെ നടുമുറ്റത്ത് എന്തോ ഒരു വസ്തു മൂവ് ചെയ്യുന്നു, അനങ്ങുന്നു. ആൻഡ് ഇറ്റ്സ് ഗ്രോണിങ്. വാട്ട്സ് എ ഗ്രോണിങ്? ഗ്രോണിങ് മീൻസ് ടു മേക്ക് എ ഡീപ്പ് ലോ സൗണ്ട് ഓഫ് പെയിൻ. വേദന കൊണ്ട് നമ്മൾ ഞെരങ്ങുക എന്നൊക്കെ പറയുമല്ലോ, അതാണ്. അങ്ങനെ എന്തോ ഒരു സംഭവം, എന്തോ ഒരു വസ്തു അവിടെ മൂവ് ചെയ്യുന്നു. He had to go very close to see that it was an old man, a very old man. So here Peleo. So he went very close to that moving object. എന്തോ അവിടെ മൂവ് ചെയ്യുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. He wants to know what it was. അതെന്താണെന്ന് അറിയണം. So he went very close to that object. Then only he came to realize that it was an old man. A very old man. വളരെയധികം വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യൻ, വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ആ കിടന്നിരുന്നത്. The man was lying face down in the mud. So he was lying in the mud. ഇപ്പോൾ റെയിനി സീസൺ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവനും ഒരുപക്ഷെ ചെളി പിടിച്ച് കിടക്കുന്നതായിരിക്കാം. So that man was lying face down in the mud. മുഖം മുഴുവൻ ആ മഡിലായി, ആ ചെളിയിലായി കിടക്കുകയാണ് അയാൾ. In spite of his tremendous efforts, the man couldn't get up. So he was trying to get up. In spite of his tremendous effort. What's the meaning of tremendous? It means a very great in amount. വളരെയധികം ശ്രമിക്കുകയാണ്. He was trying to get up. Effort means ഒരു പരിശ്രമിക്കുക. He was trying to get up, but he couldn't get up. എന്തായിരിക്കാം കാരണം? Impeded by his enormous wings. Impeded means to slow down. He was trying to get up, പക്ഷെ പറ്റുന്നില്ല. എന്താണ് കാരണം? Impeded by his enormous wing. So he has an enormous wing. ഒരു വളരെ വലിയൊരു ചിറകുണ്ടായിരുന്നു. So because of that wings, he was not able to get up. അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. Frightened by the sight, Peleo ran to get Elisenda, his wife. So ഈ കാഴ്ച കണ്ട് പെലേയോ ഭയപ്പെട്ടു പോവുകയാണ്. So at first Peleo thought it was an old man. അല്ലെ, ഒരു വൃദ്ധനായൊരു മനുഷ്യനാണെന്നാണ് കരുതിയത്. But when he went near to that man, he saw an enormous wings. ഒരു വളരെ വലിയൊരു ചിറക് ഉള്ളൊരു മനുഷ്യനെയാണ് അയാൾ കാണുന്നത്. So it's not so common. It's not a usual one. അല്ലേ, നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നല്ല. So he was frightened. ഇത് കണ്ട് അദ്ദേഹം പേടിച്ച് പോവുകയാണ്. So he ran to get Elisenda, his wife. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസൻഡയെ വിളിക്കാനായിട്ട് അദ്ദേഹം വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ്. She was putting compresses on their sick child. അപ്പോൾ എന്താണ് കംപ്രസസ്? എന്താണ് കംപ്രസസ്? മീൻസ് എ പാഡ് ഓർ ക്ലോത്ത് യൂസ്ഡ് ഫോർ മെഡിക്കൽ പർപ്പസസ്. അത് നമുക്ക് വീട്ടിൽ പനിയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെയൊക്കെ അമ്മമാർ നനഞ്ഞ തുണി നമ്മുടെ നെറ്റിയിൽ വെച്ച് തരാറില്ലേ, അതിനെയാണ് കംപ്രസ് എന്ന് പറയുന്നത്. സോ ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പോൾ അവരുടെ കുട്ടി, അവരുടെ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് അസുഖം വന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആ അമ്മ എന്ത് ചെയ്യുന്നു? ഷി വാസ് കംപ്രസിങ്, അല്ലേ, ഷി വാസ് പുട്ടിങ് കംപ്രസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ആ കുട്ടിയുടെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ ഈ നനഞ്ഞ തുണി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ടുക്ക് ഹർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. പെലേയോ തൻ്റെ ഭാര്യയായ എലിസിൻ്റെയും വിളിച്ച് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നത് കാണിച്ചു കൊടുക്കാൻ നോക്കുകയാണ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവരിരുപേരും, അതായത് നമ്മളെ പെലേയോയും ഭാര്യ എലിസിൻ്റെയും ആ വീണ് കിടക്കുന്ന ആ ഒരു വ്യക്തിയെ, ആ വൃദ്ധനായ മനുഷ്യനെ നോക്കുകയാണ്. ദേ കോൾ ഇറ്റ് എസ് എ ഫോളൻ ബോഡി. അല്ലേ, എവിടെ നിന്നു വീണതെന്നാണ് പറയുന്നത്. മേ ബി ഫ്രം ഹെൽ ഓർ മേ ബി ഫ്രം ഹെവൻ. മുകളിൽ നിന്ന് വീണതാണ്. ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ അത് നരകത്തിൽ നിന്നാകാം. സോ ഒരു വിങ്സ് ഉള്ളൊരു മനുഷ്യനെന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും ഒരിക്കലും നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന ഒന്നല്ല. അപ്പോൾ ഒരു എർത്ത്ലി ക്രീച്ചർ അല്ല അത് എന്നാണ് പറയുന്നത്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ.
എന്താണ് റാഗ് പിക്കർ? എന്താണ്? എ പേഴ്സൺ ഹു പിക്സ് അപ്പ് റാഗ്സ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ സ്ട്രീറ്റ്. തെരുവിൽ നിന്നും ചാക്കും അങ്ങനെ മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ പറക്കി നടക്കുന്ന ആൾക്കാരെയാണ് റാഗ് പിക്കർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ഭിക്ഷക്കാരനെ പോലെ തന്നെയാണ്. സോ ദാറ്റ് മാൻ ഹി വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ഒട്ടും വൃത്തിയില്ലാത്തൊരു ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. സോ അദ്ദേഹത്തിൻ്റെ തല ഇറ്റ് വാസ് വെരി ബാൽഡ്. എന്താണ് ബാൽഡ്? എന്താണ്? കഷണ്ടിയാണ്. കഷണ്ടി നിറഞ്ഞ തലയാണ്. അതിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് മുടികളുണ്ട്. അതും ഫെയ്ഡഡ് ആണ്, നരച്ച് തുടങ്ങിയതാണ്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. ഒട്ടും പല്ലുകളില്ലാത്തൊരു വായു. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ seemed that of a drenched great grandfather. സോ അദ്ദേഹത്തിൻ്റെ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അല്ലേ? ഇറ്റ് സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ്. എന്താണ് ഡ്രഞ്ച്ഡ്? എന്താണ്? ഡ്രഞ്ച്ഡ് മീൻസ് കംപ്ലീറ്റ്ലി സോക്ഡ് ഓർ കവേർഡ് വിത്ത് ലിക്വിഡ്. നനഞ്ഞ് കുതിർന്ന ഒന്നിനെയാണ് ഡ്രഞ്ച്ഡ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു മഴയത്ത് ആ മണ്ണിൽ വീണ് നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹീ മൈറ്റ് ഹാവ് ഹാഡ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഗ്രാൻഡർ? ഗ്രാൻഡർ മീൻസ് ഗ്രേറ്റ്നെസ് ഓർ ഇംപ്രസീവ് ബ്യൂട്ടി. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം മുൻപ് വളരെ സുന്ദരനായ ഒരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ വളരെ മഹാനായ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ലാത്ത അവസ്ഥയാണ്. നനഞ്ഞ് കുതിർന്ന് അവിടെ കിടക്കുകയാണ്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വെയർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. ഹിസ് ഹ്യൂജ് ബസാർഡ്. വാട്ട് ഈസ് ബസാർഡ്? ബസാർഡ് എന്താണ്? ബസാർഡ് ഈസ് കോമൺലി യൂസ്ഡ് ടു റെഫർ ടു വൾച്ചേഴ്സ്, എസ്പെഷ്യലി ടർക്കി വൾച്ചർ അല്ലേ? വൾച്ചറിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ബസാർഡ് എന്ന് പറയുന്നത്. സോ ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. ബസാർഡ് വിങ്സ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ആ ബസാർഡിൻ്റെ അത്രയും വലിയ, ആ ഒരു പക്ഷിയുടെ അത്രയും അതിൻ്റെ ചിറകിനോടൊപ്പം വലിപ്പമുള്ള ചിറകുള്ള ഒരു വ്യക്തിയാണ്. ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വെയർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വിങ്സ് ആണെങ്കിലും ഇറ്റ് വാസ് വെരി ഡേർട്ടി. മഴയത്ത് വീണ് നനഞ്ഞ് കുതിർന്ന് ഡേർട്ടിയായി. ആൻഡ് ഹാഫ് പ്ലഗ്, പകുതിയോളം അതിൻ്റെ തുവലുകളെല്ലാം നഷ്ടപ്പെട്ടു. എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. വാട്ട്സ് മീനിങ് ഓഫ് എൻറ്റാങ്കിൾഡ്? കോട്ട് ഓർ ഇൻവോൾവ് ഇൻ സംതിങ് ഡിഫിക്കൽട്ട് ടു എസ്കേപ്പ്. നമ്മൾ അകപ്പെട്ട് പോവുക എന്ന് പറയുമല്ലോ, അതിനാണ് എൻറ്റാങ്കിൾഡ് എന്ന് പറയുന്നത്. സോ ഹി വാസ് എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. അദ്ദേഹത്തിൻ്റെ ആ ചിറകുകൾ ഈ ചെളിയിൽ അകപ്പെട്ട് പോവുകയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. അതിലാകെ കുരുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. They looked at him so long and so closely that Peleo and Elisenda very soon overcame their surprise. അപ്പോൾ അവർ കുറേ നേരം, വളരെയധികം നേരം ഇവർ രണ്ടുപേരും, നമ്മുടെ പെലേയും എലിസൻ്റെയും ഈ വൃദ്ധനായ മനുഷ്യനെ, ദാറ്റ് ഓൾഡ് മാൻ, അദ്ദേഹത്തിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കി എന്താണ്, ഇവരുടെ മനസ്സിൽ നിന്ന ഭയവും ആ സർപ്രൈസും ഒക്കെ അങ്ങ് പോയി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ പരിചിതമായിട്ട് തോന്നുകയാണ്. ഒരല്പം ധൈര്യമൊക്കെ വന്നു മനസ്സിൽ. ദെൻ ദ ഡെയർഡ് സ്പീക്ക് ടു ഹിം. ഡെയർഡ് മീൻസ് ധൈര്യം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിനാണ് ഡെയർ എന്ന് പറയുക. അപ്പോൾ അവർ അദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടി. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഈ വൃദ്ധനായ മനുഷ്യൻ എങ്ങനെയാണ് മറുപടി നൽകിയത്? ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഇൻകോംപ്രിഹെൻസിബിളിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കാത്തത്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. എന്താണ് ഡയലക്റ്റ്? എന്താണ്? ഒരു ഭാഷയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് സംസാരിക്കുന്ന രീതിയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോളൻ മാൻ, ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നതൊന്നും നമ്മുടെ പെലേയോ അല്ലെങ്കിൽ എലിസൻഡ അവർക്കൊന്നും മനസ്സിലായില്ല. ബട്ട് ദാറ്റ് വോയിസ്, ഇറ്റ് വാസ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് എന്നാണ് പറയുന്നത്. എന്താണ് സെയിലേഴ്സ് വോയിസ്? സെയിലേഴ്സ് വോയിസ് മീൻസ് ഇറ്റ്സ് എ വോയിസ് ദാറ്റ് ഇസ് വെരി പവർഫുൾ. അപ്പോൾ വൃദ്ധനാണ്, മഴയത്ത് നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടിയെല്ലാം എങ്ങനെയായിരുന്നു? വളരെ പവർഫുള്ളായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ പെലേയോയ്ക്കും വൈഫ് എലിസൻ്റെയ്ക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിലായിരുന്നു ആ ഓൾഡ് മാൻ, വൃദ്ധനായ ഒരു മനുഷ്യൻ മറുപടി നൽകിയത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്താണ്? ഹി വാസ് എ ലോൺലി കാസ്റ്റവേ. എന്താണ് കാസ്റ്റവേയുടെ അർത്ഥം? കാസ്റ്റവേ മീൻസ് എ ഷിപ്പ് റെക്ഡ് പേഴ്സൺ. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട്
ഒറ്റപ്പെട്ടു പോകുന്നൊരു വ്യക്തിയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. അപ്പോൾ മഴ സീസണാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഇവിടെ വന്നു ചേർന്ന ഒരു മനുഷ്യനായിരിക്കാം ഇയാൾ. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. ദേ കോൾഡ് ഇൻ, ഉടനെ അവരെന്ത് ചെയ്യാണ്? ദേ കോൾഡിൻ്റെ അർത്ഥം എന്താണ്? കോൾഡ് ഇൻ മീൻസ് ടു ആസ്ക് സം വൺ ടു കം ടു ഹെൽപ്പ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ വിളിക്കുന്ന ഒരാളെ സഹായിക്കാൻ വിളിക്കുന്നതിനാണ് കോൾഡ് ഇൻ എന്ന് പറയുന്നത്. സോ ദേ കോൾഡ് ഇൻ എ നൈബർ വുമൺ, അവരുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു സ്ത്രീയെ വിളിക്കുകയാണ്. ടു സീ ഹിം, ഇദ്ദേഹത്തിനെ കാണിക്കാൻ. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. അപ്പോൾ ആ സ്ത്രീ വരികയാണ്, അവർ വന്ന് ഈ വൃദ്ധനായ മനുഷ്യനെ കാണുന്നു. പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യാണ്? അവരുടെ ഈ നമ്മുടെ പെലെയോയുടെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തെറ്റാണെന്ന് പറയുന്നത് ഒരു കാസ്റ്റവേ ഒന്നും അല്ല, പിന്നെന്താണ്? ഹീസ് എൻ ഏഞ്ചൽ ഷീ ടോൾഡ് ദം. ഈ വീണ് കിടക്കുന്നത് ഒരു ഏഞ്ചലാണ്, ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വന്നൊരു ഏഞ്ചലാണ്. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. ഒരുപക്ഷെ ഇവൻ വന്നത് ആർക്ക് വേണ്ടിയായിരിക്കാം? ആ കുട്ടിക്ക് വേണ്ടിയായിരിക്കാം. അതായത് കുട്ടി മരണാസന്നനായി കിടക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. ഒരുപക്ഷെ കുട്ടി സ്വർഗത്തിലേക്ക് പോകാൻ വന്നൊരു ഏഞ്ചലായിരിക്കാം ഈ വന്നത്. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന ഏഞ്ചലാണ്. പക്ഷേ മഴയത്ത് ഒരുപക്ഷെ എന്ത് പറ്റി കാണാം? ഈ മഴയത്ത് അദ്ദേഹം തറയിൽ വീണുപോയി, അല്ലേ? മഴയത്ത് മഴ നനഞ്ഞ് അപകടത്തിൽപ്പെട്ട് വീണു പോയതായിരിക്കാം. അപ്പോൾ ഈ വന്ന സ്ത്രീ നമ്മുടെ പെലേയോനോടും നമ്മുടെ എലിസൻ്റെയോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ഈ വീണ് കിടക്കുന്ന ആരാണ്? കാസ്റ്റവേ ഒന്നും അല്ല, പിന്നെ ഇറ്റ്സ് എൻ ഏഞ്ചൽ, അതൊരു ഏഞ്ചലാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ദ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ് എമംഗ് ദ കോമൺ പീപ്പിൾ. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലുള്ള ചില അന്ധവിശ്വാസങ്ങളെയാണ് കാണിക്കുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ അവരതിലെല്ലാം വിശ്വസിച്ചിരുന്നു. എന്താണ്? സ്വർഗത്തിൽ നിന്ന് ചിറകുള്ള ഏഞ്ചൽസ് വരുമെന്നും അവർ ഭൂമിയിൽ സാധാരണ ആൾക്കാരെ വിസിറ്റ് ചെയ്യുമെന്നും ഇങ്ങനെയുള്ളൊരു വിശ്വാസങ്ങൾ അന്ന് അവരുടെ മനസ്സുകളിലുണ്ടായിരുന്നു. On the following day, everyone knew that a flesh and blood angel was held captive in Peleo's house. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ, ഫോളോയിങ് ഡേ മീൻസ് ദ നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം തന്നെ ദ ന്യൂസ് ഫ്ലാഷ്ഡ് എമംഗ് ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരുടെ ഇടയിലേക്ക് എന്ത് ചെയ്തു? ഒരു ന്യൂസ് സ്പ്രെഡായി. എന്ത് ന്യൂസാണ് സ്പ്രെഡായത്? എ ഫോളൻ ഏഞ്ചൽ, അല്ലേ? ആൻ ഏഞ്ചൽ ഹാസ് ഫോളൻ ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്നൊരു ഏഞ്ചൽ താഴെ വീണ് കിടക്കുകയാണ്. എവിടെയാണ് അത് വന്നത്? ഇൻ പെലെയോസ് ഹൗസ്. പെലെയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. സോ പെലെയോ ആക്ച്വലി ഹി വാസ് വാച്ചിങ് ഹി വാസ് ക്ലോസ്ലി വാച്ചിങ് ദാറ്റ് ഓൾഡ് മാൻ. ആ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്, ഇപ്പോഴും മടി കിടക്കുകയാണ്. അയാളെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും മാറ്റമുണ്ടോ, എണീക്കുന്നുണ്ടോ, അങ്ങനെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആംഡ് വിത്ത് ബെയിലിഫ്സ് ക്ലബ്. എന്താണ് ആംഡിൻ്റെ അർത്ഥം? എന്താണ്? ദാറ്റ് മീൻസ് ക്യാരിയിങ് വെപ്പൺസ്. എന്തൊക്കെയോ വെപ്പൺസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഹി വാസ് ക്യാരിയിങ് എ ബെയിലിഫ്സ് ക്ലബ്. എന്താണ് ബെയിലിഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് ബെയിലിഫ്? ഈസ് ആൻ ഓഫീഷ്യൽ ഇൻ എ കോർട്ട് ഓഫ് ലോ ഹു കീപ്സ് ലോ ആൻഡ് ഓർഡർ, അല്ലേ? അപ്പോൾ ഒരു കോർട്ടിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ, അവിടുത്തെ ക്രമസമാധാനം, അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്തെന്ന് പറയുന്നത്? ബെയിലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ പോലീസിൻ്റെയൊക്കെ കയ്യിൽ ലത്തി ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം ഉണ്ടാവാറുണ്ട്, ഒരു സ്റ്റിക്ക് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് ബെയിലിഫ്സ് ക്ലബ് എന്ന് പറയുന്നത്. സോ ഹി വാസ് ക്യാരിയിങ് എ ബെയിലിഫ്സ് ക്ലബ്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. സോ ബിഫോർ ഗോയിങ് ടു ബെഡ്, കിടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ പോയി നമ്മുടെ ആ ഓൾഡ് മാനെ മഡിൽ നിന്നിങ്ങ് ഡ്രാഗ് ചെയ്തെടുത്തു. ആൻഡ് ലോക്ക്ഡ് ഹിം വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. വാട്ട്സ് എ കൂപ്പ്? കൂപ്പ് മീൻസ് കേജ്. അപ്പോൾ അവരുടെ കോട്ടയാടിലുണ്ടായിരുന്ന കോഴിക്കൂടുണ്ടായിരുന്നു, വലിയൊരു കോഴിക്കൂടാണ്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ അല്ല, കുറച്ചുകൂടെ വലിയൊരു കോഴിക്കൂടാണ്. ആ കോഴിക്കൂട്ടിലേക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ കൊണ്ട് തൽക്കാലത്തേക്ക് ഇരുത്തി. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് the child woke up without a fever and with a desire to eat. ഒരല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കുട്ടി സുഖമില്ലാതെ കിടക്കുകയാണെന്നല്ലേ. പക്ഷേ കുട്ടി എഴുന്നേറ്റു, അസുഖമെല്ലാം കുറഞ്ഞ് കുട്ടി എഴുന്നേറ്റു. വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. അപ്പോൾ ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ആഹാരമൊന്നും അധികം കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇവൻ എഴുന്നേറ്റപ്പോൾ എന്ത് തോന്നി? വിത്ത് എ ഡിസയർ ടു ഈറ്റ്, കഴിക്കാനൊരു ആഗ്രഹം തോന്നുകയാണ്. അത് മീൻസ് നമ്മുടെ അസുഖമെല്ലാം ഒന്ന് കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം.
Then they felt magnanimous. So what's the meaning of magnanimous? Means generous അല്ലെങ്കിൽ കൈൻഡ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണ്? ആ വൃദ്ധനായ മനുഷ്യനെ ആ ഒരു ചെളിയിൽ നിന്നൊക്കെ എടുത്ത് ഒരല്പം മാറ്റി കിടത്തിയപ്പോൾ ദൈവം ഒരുപക്ഷെ തന്ന ഒരു അനുഗ്രഹമായിരിക്കാം. എന്താണ്? കുട്ടിയുടെ അസുഖം പെട്ടെന്ന് കുറഞ്ഞു. സോ ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. പെട്ടെന്ന് അവരൊരു തീരുമാനം എടുത്തു. എന്താണ്? ആ ചിക്കൻ കൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ ആ കേജിനകത്ത് കിടക്കുന്ന നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ ഉണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് കൊടുക്കുകയാണ്? ദേ പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. റാഫ്റ്റ് മീൻസ് നമ്മുടെ തടികളൊക്കെ ചേർത്തൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനെയാണ് റാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റാഫ്റ്റ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. അതായത് മഡിൽ കിടക്കണ്ട, തറയിൽ കിടക്കണ്ട, നമ്മുടെ അഴുക്കും അവിടെ ഒന്നും പറ്റണ്ട, എന്തിൽ കിടക്കാം? ഒരു റാഫ്റ്റിൽ കിടക്കാം എന്നുള്ള രീതിയിൽ ഒരു റാഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. അതോടൊപ്പം ആ വൃദ്ധനായ മനുഷ്യനെ കുടിക്കാനായിട്ട് വെള്ളവും 3 ദിവസത്തേക്കുള്ള പ്രൊവിഷൻസ് മീൻസ് ആഹാര സാധനങ്ങൾ എന്നേ ഇവിടെ അർത്ഥമുള്ളൂ. പ്രൊവിഷൻസ് ആഹാര സാധനങ്ങളും കൊണ്ടു കൊടുക്കുകയാണ്. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ദ ഹൈ സീസ്. സോ ലീവ് സം വൺ ടു ദെയർ ഫെയ്റ്റ് ഓൺ ദ ഹൈ സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം ടു അബാൻഡൻ സം വൺ, ഒരാളെ അങ്ങ് ഉപേക്ഷിക്കുക. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ഉപേക്ഷിക്കുക എന്നല്ല, അയാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇനി അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ വരുന്നത് പോലെ വരട്ടെ, നമ്മൾ വിധി പോലെ വരട്ടെ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി അവർ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെല്ലാം അയാൾ ചെയ്തു കൊടുത്തു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angels. അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ ദ ഫേസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, അതായത് വളരെ നേരത്തെ പ്രഭാതം, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന സമയം, അത് രാവിലെ, ആ സമയം ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ആ നാട്ടിലെ സകല ആൾക്കാരും എവിടെയുണ്ട്? അവരുടെ ചിക്കൻ കൂപ്പിൻ്റെ മുന്നിലുണ്ട്. അതായത് ഈ നമ്മുടെ ഓൾഡ് മാനിനെ കാണാനായിട്ട് അവിടെ നിൽക്കുകയാണ്. ആൻഡ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവരത് അയാളെ കണ്ട് വളരെ രസകരമായി ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. ദ വിസിറ്റേഴ്സ് വെയർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. അപ്പോൾ ഈ വന്ന വിസിറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? ദേ വർ ടോസിങ് ഹിം. ടോസിങ് ഹിം മീൻസ് എടുത്ത് എറിയുകയാണ്. എന്താണ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത്? തിങ്സ് ടു ഈറ്റ്, കഴിക്കാനുള്ള ഭക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. അപ്പോൾ ആ ചിക്കൻ കേജിൻ്റെ വിടവുകളിലൂടെ ഇയാൾക്ക് ഫുഡ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. നമുക്കറിയാം, നമ്മൾ മ്യൂസിയത്തിലും സൂയിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മൾ മൃഗങ്ങൾക്ക് ഫുഡ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നൊരു ശീലമുണ്ടല്ലോ കുട്ടികൾക്ക്, അതുപോലെ തന്നെയാണ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയറിൻറ്റ് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അപ്പോൾ എല്ലാവരും എന്തറിഞ്ഞിട്ടാണ് വന്നത്? ഒരു ഏഞ്ചൽ എന്നറിഞ്ഞിട്ടാണ് വന്നത് അല്ലേ? പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അയാളോട് ഇവർ പെരുമാറുന്നത് എങ്ങനെയാണ്? ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ കാണുന്നത് പോലെയാണോ? അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനോട് പെരുമാറുന്നത് പോലെയാണോ പെരുമാറുന്നത്? അല്ല, ബട്ട് എ സർക്കസ് ആനിമൽ. ഒരു സർക്കസിൽ ഒരു ആനിമലിനെ കളിപ്പിക്കുന്നത് പോലെ അത്രയും നിസ്സാരമായിട്ടാണ് അവരെന്ത് ചെയ്തത്? ആ വൃദ്ധനായ മനുഷ്യനോട് പെരുമാറിയത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അപ്പോൾ ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പിടിച്ചെടുക്കുന്നതിനാണ് ക്യാപ്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ? ബന്ധനസ്ഥനാവുക. അപ്പോൾ ട്രാപ്ഡ് ആയിട്ടുള്ള ആ ഏഞ്ചലിൻ്റെ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായി. അയാളെ ഒരു ചിക്കൻ കൂപ്പിനകത്ത് അടച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് എ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. വാട്ട്സ് എ ബസിൽ? ബസിൽ മീൻസ് ബഹളം. ഒരു ചന്തയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണോ ആൾക്കാർ തിങ്ങിക്കൂടുമ്പോൾ ബഹളം ഉണ്ടാകുന്നത്, അതുപോലെ ഒരു ബഹളമായിരുന്നു എവിടെ? നമ്മുടെ പെലേയുടെ വീടിൻ്റെ മുന്നിൽ. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. മോബ് എന്ന് വെച്ചാൽ എന്താണ്? ജനക്കൂട്ടത്തിനാണ് മോബ് എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ് മീൻസ് പിരിച്ചു വിടുക അല്ലെങ്കിൽ പറഞ്ഞു വിടുക. അപ്പോൾ ഇവർ പറഞ്ഞിട്ടൊന്നും ഇവരാരും പോകുന്നില്ല, നാട്ടുകാരും പോകുന്നില്ല. സോ ദേ കോൾഡ് ഇൻ ട്രൂപ്സ് മീൻസ് നമ്മുടെ പോലീസിനെ പോലെ അല്ലേ, നിയമം പരിപാലിക്കുന്ന ഉദ്യോഗസ്ഥർ. അവരെ വിളിച്ചു വരുത്തേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? ഈ നാട്ടുകാർ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. പെട്ടെന്നാണ് അവർക്കൊരു ഐഡിയ തോന്നിയത്. എന്താണെന്ന് നോക്കാം. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ്. എന്താണ് ഫെൻസിങ്? ഫെൻസിങ് മീൻസ് മതിൽ കെട്ടുക, അല്ലെങ്കിൽ ഒരു അതിര് കെട്ടി ഉണ്ടാക്കുക. നമ്മൾ വേലിയൊക്കെ കിട്ടുക എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ്. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അപ്പോൾ കോർട്ട്യാർഡിന് ചുറ്റും എന്ത് ചെയ്യുക? ഒരു വേലി കിട്ടുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ
ഏഞ്ചൽ. അപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വരുന്ന ആൾക്കാരിൽ നിന്നും ഈ ഓൾഡ് മാനിനെ കാണാനായിട്ട് അവരെന്ത് വാങ്ങാൻ തുടങ്ങി? 5 സെൻസ്. അപ്പോൾ അവിടുത്തെ സെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കറൻസിയാണ്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ 5 രൂപ എന്ന് പറയുന്ന പോലെ അവരുടെ 5 സെൻസ് വെച്ച് അവർ ടിക്കറ്റ് പോലെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അപ്പോൾ വളരെ ദൂരദേശങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ആകാംക്ഷയോടുകൂടി ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. സോ ഇൻവാലിഡ് എന്താണ്? ഇൻവാലിഡിൻ്റെ അർത്ഥമാണ് എ പേഴ്സൺ മെയ്ഡ് വീക്ക് ഓർ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി. എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വൈകല്യമോ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇൻവാലിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ധാരാളം ആൾക്കാർ പല സ്ഥലങ്ങളിൽ തങ്ങളുടെ അസുഖങ്ങൾ മാറും എന്ന പ്രതീക്ഷയോട് കൂടി പോയി പ്രാർത്ഥിക്കാറും അല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ അത്ഭുതം പ്രതീക്ഷിച്ച് ധാരാളം ആൾക്കാർ വന്നായിരുന്നു. കാരണം എന്താണ്? ഈ വീണ് കിടക്കുന്നത് ആരാണ്? ഇസ് എ ഫോളൻ ഏഞ്ചൽ അല്ലേ? ദൈവത്തിൻ്റെ ഒരു മാലാഖയാണ് താഴെ വീണ് കിടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അതിനൊരു പവർ ഉണ്ടായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഇതെല്ലാം അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ പവർ ഉപയോഗിച്ച് ഞങ്ങൾ പോയി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പോയി കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ അസുഖമെല്ലാം മാറും എന്ന വിശ്വാസത്തോടു കൂടിയും ധാരാളം ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. കുറേ ആൾക്കാർ വെറുതെ കണ്ട് രസിക്കാൻ വരുന്നു, കുറേ ആൾക്കാർ ഈ രീതിയിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് വരുന്നത്. പെലേയോ ആൻഡ് എലിസിൻഡ വെയർ ഹാപ്പി വിത്ത് ഫാറ്റിക്. ഫാറ്റിക് മീൻസ് എന്താണ്? ക്ഷീണം. അപ്പോൾ ഇവർ ഭയങ്കര ക്ഷീണമാണ് ഇവർക്കിപ്പോൾ. കാരണം എന്താണ്? ധാരാളം വർക്കുണ്ട്. ഇപ്പോൾ നിറയെ ആൾക്കാർ വരുന്നു, അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണം, അങ്ങനെ ധാരാളം പണിയുണ്ട്. പക്ഷെ അവരതിലെല്ലാം സന്തോഷം കണ്ടെത്തുകയാണ്. എന്താണ് കാരണം? ഇത്രയും ക്ഷീണിച്ചാലും അവർക്ക് നല്ല വരുമാനമുണ്ട് അവർക്ക്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ എല്ലാ മുറികളും, അതായത് വീട്ടിലെ എല്ലാ മുറികളും ക്രാംഡ് വിത്ത് മണി. ക്രാംഡ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ്. മുറികളെല്ലാം, അവരുടെ വീട്ടിലെ മുറികളെല്ലാം കാശ് കൊണ്ട് നിറഞ്ഞു. കാരണം അത്രത്തോളം ആൾക്കാരാണ് ആരെ കാണാൻ വരുന്നത്? ഈ ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ ദറ്റ് ഓൾഡ് മാൻ, അയാളെ കാണാനായിട്ട് വരുന്നത്. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച് ബിയോണ്ട് ദ ഹൊറൈസൺ. അപ്പോഴും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാരുടെ ക്യൂ, അതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണെത്താ ദൂരത്തോളം, ബിയോണ്ട് ദ ഹൊറൈസൺ മീൻസ് കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ്. അതായത് പെട്ടെന്ന് ഒന്നും തീരില്ല. അത്രത്തോളം ആൾക്കാർ ഇനിയും നമ്മുടെ ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ ആ ഓൾഡ് മാനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളിലെല്ലാം ഒരു കാര്യത്തിലും ബന്ധപ്പെടാതെ, ഒരു കാര്യത്തിലും ഇടപെടാതെ ചുമ്മാ അവനവൻ്റെ കാര്യം മാത്രം നോക്കി നിന്നത് ആര് മാത്രമായിരുന്നു? ഏഞ്ചൽ. ഹീ സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ബോറോഡ് നെസ്റ്റ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് അയാൾക്ക് കിട്ടിയ ഒരു ഷെൽട്ടറാണ് ആ ഒരു ചിക്കൻ കേജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ തൽക്കാലം അയാൾക്ക് അയാളുടേതായിട്ടുള്ള രീതിയിൽ കംഫർട്ടബിളായിട്ട് ഒരല്പം സുരക്ഷിതമായിട്ട് ഇരിക്കാനാണ് അയാൾ നോക്കുന്നത്. വരുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ തന്നെ കളിയാക്കുന്ന ആൾക്കാരെയോ ഒന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല? കാര്യമായിട്ട് എടുക്കുന്നില്ല. അറ്റ് ഫേസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. അപ്പോൾ വന്ന ആൾക്കാർ എന്താണ് കൊടുത്തത്? മോത്ത് ബോൾസ് കൊടുത്തു. എന്താണ് മോത്ത് ബോൾസ്? നമ്മുടെ പാറ്റ ഗുളിക പോലത്തെ ഒരു കെമിക്കലാണ്. അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസമായിരുന്നു അന്നത്തെ കാലത്ത് എർത്ത്ലി ക്രീച്ചർ അല്ല എങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഭക്ഷണമൊന്നും അല്ല, അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ ഈ കൊടുത്ത മോത്ത് ബോൾസോ അങ്ങനത്തെ ഒന്നും ആ വൃദ്ധനായ മനുഷ്യൻ കഴിച്ചില്ല. പകരം പുള്ളി കഴിച്ചത് എന്തായിരുന്നു? എഗ് പ്ലാന്റ് മഷ്. മഷ് മീൻസ് നമ്മൾ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക, വേവിച്ചിട്ട് ഉടച്ചെടുക്കുമല്ലോ, അതിനെയാണ് മഷ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ് പ്ലാന്റ് മഷ്. എഗ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രിഞ്ചോളിനെയാണ്. ആ ബ്രിഞ്ചോളിനെ നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഭക്ഷണം മാത്രമാണ് ആര് കഴിക്കുന്നത്? ദാറ്റ് വെരി ഓൾഡ് മാൻ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. അപ്പോൾ ഇയാൾ വന്നതിന് ശേഷം ഇയാൾ ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ആകെക്കൂടെ ഉണ്ടായ ഒരു ഗുണം എന്താണ്? ഹിസ് പേഷ്യൻസ്. അയാൾ ഭയങ്കര ക്ഷമയുണ്ടായിരുന്നു. അയാൾ ഒരു കാര്യത്തിലും ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല. അയാൾ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. അയാളുടെ കാര്യം നോക്കി വെറുതെ ഇരിക്കുകയാണ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെഗ്ഡ് അറ്റ് ഹിം. അപ്പോൾ ചിക്കൻ കൂപ്പിലാണ് കിടക്കുന്നതെന്ന് അറിയാം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഈ കോഴികളൊന്നും എന്ത് ചെയ്യാറുണ്ട്? പെക്ക് ചെയ്യാറ്, മീൻസ് കൊത്താറുണ്ട്.
അപ്പോഴും അദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ട്, അല്ലാതെ അതിനെ അടിച്ചോടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, വളരെ ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ഈ കോഴികൾ എന്തിനാണ് വന്ന് കൊത്തിയത്? ആക്ച്വലി ദേ വർ സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ്. നമുക്കറിയാം ഈ കിളികളും ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചിറകിനിടയിൽ ഇങ്ങനെ കുത്തിയെടുക്കുന്നത് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനിടയിൽ പലതരം പ്രാണികളും ഒക്കെ കയറിയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെയാണ് അത് കുത്തി മാറ്റുന്നത്. അപ്പം നമ്മുടെ ഓൾഡ് മാൻ്റെ ചിറകിനിടയിലും തൂവലുകൾക്കിടയിലും ഒരുപക്ഷെ എന്തുണ്ടായിരുന്നിരിക്കാം, ഇതുപോലെയുള്ള ജീവികൾ, ചെറു ചെറു പ്രാണികൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനെ പാരസൈറ്റ്സിനെ ആര് കുത്തിയെടുക്കാൻ നോക്കുകയാണ്? കോഴികൾ കുത്തിയെടുക്കാൻ നോക്കുകയാണ്. He was patient again when the cripples pulled out his feathers to touch their limbs with. ആക്ച്വലി അവിടെ എത്തിയ ആൾക്കാർ ക്രിപ്പിൾസ് മീൻസ് വികലാംഗർ, നമ്മുടെ കൈ കാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകല്യം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ആക്ച്വലി ദേ വർ ട്രൈങ് ടു പുൾ ഔട്ട് ഹിസ് ഫെതേഴ്സ്. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ്റെ ചിറകിൽ നിന്ന് ഫെതർ വലിച്ചെടുക്കാൻ അവർ നോക്കുന്നുണ്ട്. എന്തിനാണ്? ആ വൃദ്ധനായ മനുഷ്യനെ വേദനിപ്പിക്കാനാണോ? അല്ല, പിന്നെ എന്താണ്? ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അപ്പോൾ ഇവരുടെ ഏത് ഭാഗത്താണോ വൈകല്യമുള്ളത് ആ ഭാഗത്ത് ഈ ഫെദർ ഒന്ന് ടച്ച് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. കാരണം അവരെന്താണ് വിശ്വസിക്കുന്നത്, ഒരുപക്ഷെ ആ ഫെദർ എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ വൈകല്യമെല്ലാം മാറും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ കാര്യം നടന്നോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അതൊക്കെ സംഭവിച്ചു. He remained patient when even the most merciful threw stones at him. അപ്പോൾ വന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവൻ്റെ നേരെ കല്ലെറിയുന്നുണ്ടായിരുന്നു ഈ വൃദ്ധനായ മനുഷ്യൻ. അപ്പോഴും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടിയാണ് ഇരുന്നത്. ആഫ്റ്റർ ഓൾ they were only trying to get him to rise so that they could see him standing. അവരൊക്കെ എന്തിനായിരുന്നു കല്ലെടുത്ത് എറിഞ്ഞത്? രസത്തിന് വേണ്ടിയായിരുന്നോ? ചെറിയൊരു രസം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവരുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? they want to see him standing. ഇയാൾ എപ്പോഴും ഇരിക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുകയാണ്. അപ്പോൾ ഇയാളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ എങ്ങനെയായിരിക്കും എന്ന് അവർക്കൊന്ന് അറിയണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ കല്ലെടുത്തെറിഞ്ഞത്. നമ്മൾ സൂവിൽ പോകുമ്പോഴത്തേക്കും ചില വികൃതി കുട്ടികൾ കണ്ടിട്ടില്ലേ, കല്ലെടുത്ത് സിംഹത്തിൻ്റെയും പുലിയുടെ എല്ലാം കൂട്ടിലെടുത്തെറിയും. എന്തിനു വേണ്ടിയാണ്? അതൊന്ന് എണീറ്റ് നടക്കുന്നത് കാണാൻ വേണ്ടി അല്ലേ. അതൊന്നും ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇവിടെ ചില ആൾക്കാർ നമ്മുടെ ഓൾഡ് മാനോടും കാണിച്ചത്.